പാർട്ടി കോൺഗ്രസ് തുടങ്ങാനിരിക്കെ ചോർന്നു പോകുന്ന പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കലാകും CPM നേരിടുന്ന പ്രധാന വെല്ലുവിളി. കണ്ണൂരിലെ 23-ാം പാർട്ടി കോൺഗ്രസിൽ ഭൂരിഭാഗവും പാർട്ടിയുടെ സ്വതന്ത്ര ശേഷി വീണ്ടെടുക്കുന്നതിനുള്ള ചർച്ചയായി മാറ്റിയെങ്കിലും വേണ്ടത്ര മാറ്റമുണ്ടാക്കാനായില്ല എന്നതാണ് CPMന്റെ നിരീക്ഷണം. മധുരയിൽ 24-ാം പാർട്ടി കോൺഗ്രസിന് ഏപ്രിൽ 1-ന് പതാക ഉയരും. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങളിൽ പലതും നടപ്പാക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്ന സ്വയം വിമർശനമാണ് മധുര പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ അവലോകന രേഖയിൽ നടത്തുന്നത്. പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കലിൽ കാര്യമായ ചർച്ച നടക്കുമെന്ന് കരട് അവലോകന രേഖ വ്യക്തമാക്കിയിട്ടുണ്ട്. 2002-ൽ ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് പാർട്ടിയുടെ ബഹുജന അടിത്തറയും കരുത്തും മുരടിച്ചു നിൽക്കുന്നുവെന്നാണ്. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ബഹുജന അടിത്തറ തകർന്നതോടെ സ്ഥിതി ഗുരുതരമായി. തകർച്ചയെന്നത് പൊതു സ്വഭാവമായി. കരട് അവലോകന രേഖ ചൂണ്ടിക്കാട്ടിയത് ഇപ്രകാരമായിരുന്നു. ഇനി പാർട്ടി സ്വയം വിമർശനമായി കാണുന്നത് പരിശോധിക്കാം. വർഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ 3 വർഷം വലിയ തോതിൽ വളർത്തിയെടുക്കാനായില്ല. പാർലമെന്ററി വ്യാമോഹം പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിച്ചു. മൂന്നാമത്തേത്, ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായ പ്രചരണം ഏറ്റെടുക്കാനുള്ള കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ ആഹ്വാനം സ്ഥിരം കൺവെൻഷനുകളിലും പ്രചരണ പരിപാടികളിലും ഒതുങ്ങി. ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ രൂപവൽക്കരിക്കണമെന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ തീരുമാനം പാലിക്കപ്പെട്ടില്ല. ഗ്രാമീണ കർഷക തൊഴിലാളി ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഐക്യനിര കെട്ടിപ്പടുക്കണം. സത്വരാഷ്ട്രീയത്തിന്റെ ഭിന്നത വകഭേദങ്ങൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ബഹുജന അടിത്തറയെ തകർത്തതുപോലെ തന്നെ കേരളത്തിലും അതിന്റെ ഭീഷണി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് തന്നെയാണ് CPMന്റെ കരട് അവലോകന രേഖ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ CPM നയിക്കുന്ന ഇടതുമുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം തവണയും CPMോ അഥവാ ഇടതുമുന്നണിയോ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ പശ്ചിമ ബംഗാളിലേക്കും ത്രിപുരയിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേരളത്തിലെ തന്നെ നേതാക്കൾ മുൻപേ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇപ്പോഴേ ഇടതുമുന്നണിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. 3-ാം തവണയും പാർട്ടി അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇനിയൊരു പക്ഷേ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് CPMന് ഉള്ളിലെ തന്നെ ബുദ്ധിജീവികൾ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, തൊഴിലാളി വർഗ്ഗങ്ങളുമായുള്ള അകൽച്ചയും ഇപ്പോൾ ആശാ വർക്കർമാർ നടത്തുന്ന സമരങ്ങളുമെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, മതത്തിനും ജാതിക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്ന പ്രീണന സ്വഭാവവും ഒരർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് വലിയ തരത്തിലുള്ള കോട്ടമേൽപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എക്കാലത്തും ഇടത് രാഷ്ട്രീയത്തിൽ പാർട്ടിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. എന്നാൽ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി വ്യക്തികളിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം കൂടിയാണ്. പാർട്ടിക്ക് അതീതമായി നേതാക്കൾ വളർന്നു വരുന്നതും ആ നേതാക്കളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങളെല്ലാം തന്നെ ആലപിക്കുന്നതും ഇത് വലിയ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. പഴയകാല ഇടത് ആശയങ്ങളിലേക്ക് പാർട്ടിക്ക് തിരികെ പോകാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ത്രിപുരയും ബംഗാളും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ കരുത്തായി നിന്നിരുന്ന അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെല്ലാം തന്നെ ഇന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുകയാണ്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു വരുന്ന എല്ലാ സമരങ്ങളും. അംഗൻവാടി ജീവനക്കാരുടെയാണെങ്കിലും ആശാ വർക്കർമാരുടെ സമരമാണെങ്കിലും എല്ലാം തന്നെ അത് ഇടത് സർക്കാർ കണ്ട ഭാവം നടിക്കാത്തതെല്ലാം തന്നെ ഇതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ഇന്ന് ആശമാരുടെ സമരം 50 ദിവസങ്ങൾ പിന്നിട്ടു. കൂടാതെ തന്നെ നിരാഹാര സമരം 12 ദിവസങ്ങളും. ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മുടി മുറിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ആശാ വർക്കർമാർ പ്രതിഷേധം അറിയിച്ചത്. പക്ഷേ എന്നിട്ടും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നിലപാടുകളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ്. 2025-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും എല്ലാ മുന്നണികൾക്കും അടിത്തറ വോട്ടുകളെല്ലാം തന്നെ ഭദ്രമാക്കി നൽകുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ്. പക്ഷേ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന സമരങ്ങളെല്ലാം തന്നെ ആ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ്. 2025-ൽ അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 2026-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അക്ഷരാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിയിലെ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഇടതുമുന്നണി നേരിട്ടിരുന്നു. മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക മാന്ദ്യവും ഇതും സർക്കാരിന് വലിയ തരത്തിലുള്ള വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ 2026-ലേക്ക് എത്തുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാലും അടിസ്ഥാന ജനങ്ങളിലേക്ക് സർക്കാരിന്റെ സേവനം ലഭ്യമാകുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ അത് രൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുമുന്നണി സർക്കാർ ഭരിച്ചു വരുന്ന കേരളത്തിൽ ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് അകത്ത് ഉയർന്നു വരുന്ന ആശങ്ക.